ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ സൂംബയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഫോർ സ്ക്വയറിൽ വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ലാസ്റ്റ് ഡേ ആണ് സൂംബയുടെ. റമളാനുണ്ട്. റമളാൻ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഡാൻസോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എറോബിക്സും ടമ്മി അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാനൊന്നും അതിന് ജോയിൻ ചെയ്യുന്നില്ല, വളരെ കുറവാണ് കേട്ടോ റമളാനുള്ള കുട്ടികൾ. അപ്പോൾ എന്തായാലും ഇനി 1 മന്തിലേക്ക് ആരും കാണില്ലല്ലോ, അപ്പോൾ ഇന്ന് എന്തായാലും തകർത്ത് കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും പല പല സംഭവങ്ങൾ. ആലു പൊറോട്ട ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫലൂദ, ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഇവിടെ ഫലൂദയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും തീരുകയാണ്, അപ്പോൾ തകർക്കാമെന്ന് എഴുതി. ഇത് ഞങ്ങളുടെ ട്രെയിനറാണ് ഷാരോൺ. അങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളല്ല, പക്ഷേ ഫലൂദ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വീറ്റിനോട് ഭയങ്കര ക്രേവിങ്സ് ആണ് കേട്ടോ. അപ്പോൾ വീക്ക്ലി വൺസൊക്കെ ഇങ്ങനെ കഴിക്കും. അല്ലാത്ത സമയങ്ങളിൽ സത്യം പറഞ്ഞാൽ അവൾ പട്ടിണിയാണ് കേട്ടോ, ഒന്നും ഭക്ഷണമേ കഴിക്കാത്ത ഒരു ആളാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളപ്പം, മുട്ടക്കറി, ആലു പൊറോട്ട, ചീസി ഫ്രഞ്ച് ഫ്രൈസ്, ഫലൂദ, പിന്നെ വട, അങ്ങനെ പല പല ഫുഡുകളായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയും ചെയ്ത് കേട്ടോ. ഷാരോനെ ഞങ്ങൾ ഒരുപാട് കളിയാക്കിയിട്ടാണ്. ഞങ്ങളുടെ സൂംബ ട്രെയിനറാണ് ഈ ഫലൂദ അടിച്ച് കയറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ കളിയാക്കി, വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട്. ആൾക്കാരൊന്നും കുഴപ്പമില്ല, എല്ലാത്തിലും കൂടുന്ന ഒരാളാണ്. ഞങ്ങളുടെ അതേ വേവ് ലെങ്ത്തിലുള്ള ഒരാളാണ് കേട്ടോ. ട്രെയിനർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഓരോ ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റ് തരും. നല്ലൊരു കമ്പാനിയനാണ് ആൾ. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാം സെറ്റാക്കിയിട്ടൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ ഇന്ന് ഇടിയപ്പവും കടലക്കറിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ നമ്മളുടെ സ്ട്രോബെറി സംഭവങ്ങളൊക്കെ ഫ്രോസൺ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓഫ് സീസൺ ആയിട്ടുള്ള സമയത്ത് അതിന് ഭയങ്കര റേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ സീസൺ ടൈമിൽ ഈ ഒരു ഫ്രോസൺ ഇത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇട്ട് പാലും കൂട്ടിയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ഞാൻ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അത് ഫ്രീസറിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എല്ലാ സ്ട്രോബെറിയും കൂടി മിക്സാണ്. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് ഇട്ടിട്ട് പാലൊഴിച്ചിട്ട് ജസ്റ്റ് അടിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇക്കാകെ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ആൾ കുടിച്ചിട്ടില്ല. അങ്ങനെ 2 ഗ്ലാസ് ഞാൻ തന്നെ വൈകുന്നേരം വരെ അങ്ങനെ കുടിച്ച് തീർക്കേണ്ട ചെയ്തത്. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തേക്ക് ഉച്ചക്കലത്തേക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെ ആയിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ചക്ക ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചക്കക്കുരുവൊക്കെ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചക്കക്കുരു, ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലും കൂടി ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് കറിയാണ് കേട്ടോ. എപ്പോൾ ഉണ്ടാക്കിയാലും അതേപോലെ തന്നെ കേട്ടോ. ഹംദാന് ഭയങ്കര ഇഷ്ടമാണ് ആ കറി. എത്ര കൂട്ടിയാലും ആൾക്ക് മതിയാവില്ല കേട്ടോ. വീട്ടിലെല്ലാവരും കൂട്ടുന്നൊരു കറിയാണ്. അപ്പോൾ ഇന്ന് അതുണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കണേ. ഇനി ചക്കക്കൂരൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. നോമ്പിന് ഇനി അതൊന്നും ഓടാൻ പോണില്ല. അപ്പോൾ ഫ്രിഡ്ജിലുള്ള നമ്മൾക്ക് നോമ്പിന് യൂസ് ചെയ്യാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മളുടെ ക്രോക്കറി ഷെൽഫിൻ്റെ ഒരു 3 തട്ടും കൂടി ക്ലീനിങ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആകെ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പുറത്തേക്കെടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ എല്ലാം എടുത്ത് തിരിച്ചതേപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനും മീനൊക്കെ ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ നന്നാക്കാതെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതൊരു പണി കിട്ടി. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോകും. അപ്പോൾ 2 കിളിമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഒരു മുളക് ചാറും വെക്കാം, ബാക്കിയുള്ളത് ഫ്രൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ചെമ്മീനും ഫ്രൈ ചെയ്യുക. കറിയിലേക്ക് എന്തായാലും കുറച്ച് ചെമ്മീൻ മതിയാവും. അപ്പോൾ മീനിൻ്റെ പണിയും ക്ലീനിങ്ങും കഴുകലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാഗം ക്ലീൻ ചെയ്തിട്ട് ബാക്കി പണിയിലേക്ക് ഇറങ്ങാമല്ലോ. അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് മാത്രം ജസ്റ്റ് ഒന്ന് മസാല വെച്ച് വെക്കാം കേട്ടോ. കുറച്ച് ചെമ്മീനും എടുത്തിട്ടുണ്ട്, 2 കിളിമീനും എടുത്തിട്ടുണ്ട്. 1 കിളിമീൻ മാത്രം കുറച്ച് മുളക് ചാറ് കറിയായിട്ട് അങ്ങനെ വെക്കുന്നുള്ളൂ കേട്ടോ. കാരണം മറ്റേ കറിക്ക് അങ്ങനെ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഒരു മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയല്ലേ. അപ്പോൾ ചെറിയൊരു മുളക് ചാറും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവുമല്ലോ.
അപ്പോൾ മീൻകറി ആദ്യം അങ്ങനെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. മുളക് ചാറാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ, അത്രയ്ക്ക് പണിയൊന്നുമില്ലല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വേപ്പിലൊക്കെ കൂടി, എന്നിട്ട് അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നല്ല പഴുത്ത തക്കാളി ഇട്ട് നല്ല ഉടഞ്ഞു വരുന്ന പോലെ നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട്, മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുക. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും പുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മളുടെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുളക് ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരു ഞാൻ ഓൾറെഡി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങയും മുരിങ്ങാക്കോലും എല്ലാം ഞാൻ ഗ്രൈൻഡറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കോവയ്ക്കയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രാൻഡിൽ നിന്ന് നമ്മളുടെ മുരിങ്ങാക്കോലും മാങ്ങയും ഒക്കെ വന്നിട്ടുണ്ട്. മാങ്ങയാണെങ്കിൽ കുറച്ചൊരു പഴുപ്പ് ആയിട്ടുണ്ട്. പുളി കുറച്ച് കുറഞ്ഞ മാങ്ങയായിരുന്നു കേട്ടോ. കുറച്ചും കൂടി പുളിയുള്ളതാണെങ്കിലാണ് ടേസ്റ്റ്. പിന്നെ ഉണക്കച്ചെമ്മീനും ഇട്ടും ഈ കറി വെക്കും, അതിനാണ് കുറച്ചും കൂടി ഫ്ലേവർ. ഉണക്കച്ചെമ്മീൻ ഇവിടെ ഉണ്ട്, പക്ഷേ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ചെമ്മീൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറി ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വേവിച്ച നമ്മളുടെ ചക്കക്കുരു ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങാക്കോലും മാങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും പച്ചമുളകും മഞ്ഞൾ പൊടിയും ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പുത്രൻ്റെ ഒരു അനക്കം കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഓടിപ്പോയി. എനിക്ക് ഭയങ്കര പേടിയാണ്. ഹാസിമിൻ്റെ ഒരു അഡ്രസ്സും ഇല്ലാതിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒപ്പിക്കുണ്ടാവും. അപ്പോൾ ഓടിപ്പോയി നോക്കിയപ്പോൾ എൻ്റെ ബുഷൊക്കെ വെക്കുന്ന ഒരു ബാഗ് ഉണ്ടായിരുന്നു. അത് ആൾ ചേറൊക്കെ ഇട്ട് കയറി കൈക്കലാക്കി അത് ഫുള്ള് കൂട്ടിയിട്ടിട്ട് കളറ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കളറ്, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, റെഡ് അതൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഫുള്ള് അത് മാത്രമല്ല താഴെ ഇഷ്ടംപോലെ പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാരി ബാഗൊക്കെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ. എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, എൻ്റെ മാല, കമ്മൽ, അതിനോടൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ. അതെങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പർ എന്ത് എഫേർട്ട് വേണമെങ്കിലും എടുക്കും കേട്ടോ. ഒരു ദിവസത്തെ പോലെ എൻ്റെ കാജൽ എടുത്തുകൊണ്ട് പോയിട്ട് എല്ലായിടത്തും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കാണാതെ എവിടെയെങ്കിലും പൊക്കത്ത് വെച്ച് ഹൈഡ് ചെയ്താൽ ആൾ ചെയറിട്ട് വന്ന് എടുത്തിട്ട് പോകും കേട്ടോ. അങ്ങനെ നമ്മളുടെ എല്ലാം പാകമായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും മാത്രം ഞാൻ അരക്കുന്നുള്ളൂ കേട്ടോ. നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ച് അതിലേക്ക് ഒഴിച്ച് തിളച്ച് വരണം കേട്ടോ. അത്യാവശ്യം തേങ്ങ അരച്ചതല്ല. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി അതിലേക്ക് ചെറിയുള്ളിയും കൊല്ലമുളകും വേപ്പിലയും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് താളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കറിയാണ് കേട്ടോ. ഇത് എല്ലാവരും നോർമലി ഉണ്ടാക്കുന്നതാണ് എല്ലാ വീടുകളിലും. ചക്കക്കുരു അപ്പോൾ നമ്മൾ കുറച്ച് ചക്കക്കുരു മാറ്റി വെക്കും ഈ കറിക്ക് വേണ്ടിയിട്ട്. പണ്ടേ തുടങ്ങി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നൊരു കറിയാണ്. ഭയങ്കര നൊസ്റ്റുമാണ് ഈ കറി. അപ്പോൾ കുറച്ച് മഞ്ഞളിൻ്റെ കളറ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ഞളും കൂടി ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലപോലെ കുറുകി വരും കേട്ടോ. ഇത് ഞാനൊരു 3 ദിവസം ഹംദാൻ ഈ കറി തന്നെ ചോദിച്ച് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അവന് 3 ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കറി. മാങ്ങയൊക്കെ ഇതിലെ ആൾ കഴിച്ചോളും. ചക്കക്കുരുവൊക്കെ ഇക്കായും കഴിക്കും. ആസിമും ഹാറൂനും ഞാനും ചെമ്മീനും കഴിക്കും. പിന്നെ മുരിങ്ങാക്കോലും എല്ലാവരും കഴിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ കറി. എത്ര ഉണ്ടാക്കിയാലും തീരുന്നൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ലഞ്ചിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇക്കാടെ കമ്പനിയിലുള്ള ഒരാൾ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങൾ മാഷാഅല്ലാ കൊണ്ടുവന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. അവരുടെ വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പം, ചെമ്മീൻ അച്ചാർ, നാരങ്ങ അച്ചാർ, തന്നെ 2 ടൈപ്പ് ഉണ്ടല്ലോ. പിന്നെ വീട്ടിലുണ്ടായിരുന്ന ചക്ക നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇക്കാടെ ബ്രദർ മൂപ്പരടുത്ത് കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ. ഒരു ചെറിയൊരു ചക്ക ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. അങ്ങനെ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് പഴുത്തിട്ടില്ല. പിന്നെ കുറച്ച് പച്ചക്കുരുമുളക് ഇക്ക വീട്ടിൽ നിന്ന് പറിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മത്തി പച്ചക്കുരുമുളക് ഇട്ട് വെക്കാനാണ് തോന്നുന്നു. അപ്പോൾ അത് അച്ചാറ് ഐറ്റംസൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. ഉണ്ണിയപ്പമൊക്കെ ഇപ്പോഴേ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം, ചിപ്സ്, ഇതൊക്കെ ഇവിടെ പെട്ടെന്ന് കാലിയാവുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഹാസിമ് മാത്രം ഉണ്ണിയപ്പം കഴിച്ചില്ല. ബാക്കി എല്ലാവരും നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം വരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് കുപ്പിയിലേക്കൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു ഗ്രീൻ ഹൽവ ഉണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത്
കുപ്പിയിലേക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്ടമുള്ളപ്പോൾ വന്നെടുത്ത് കഴിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ നോമ്പ് ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശ്വാസത്തോടും നാഥൻ്റെ ഇഷ്ടത്തോടും കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും നല്ല രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കാനും അത് റബ്ബ് സ്വീകരിക്കാനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു നോമ്പായിരിക്കട്ടെ, നല്ലൊരു മാസമായിരിക്കട്ടെ എല്ലാവരും ആഗ്രഹിച്ച പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ തീർക്കാനും, അതുപോലെ നമ്മൾ ഉമ്മമാർ കൂടുതൽ ടൈമും കിച്ചണിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നോർമൽ ദിവസങ്ങളിലേക്കായും ടയേർഡായിരിക്കും സത്യം പറഞ്ഞാൽ നോമ്പിന്. മക്കളും എക്സാമും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു എനർജി പടച്ചോൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാനടുത്ത പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹംദാൻ ഇന്ന് ക്ലാസ്സൊന്നുമില്ല, സ്റ്റഡി ലീവിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കണം. തന്നെ പഠിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത്രയും നേരം എന്തിനാ പഠിച്ചതെന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ. എന്ത് ചോദിച്ചാലും അവനങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ പഠിക്കാനിരുത്തിയിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ കോവയ്ക്കൊക്കെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ചതമുളകൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി വറുത്ത പോലെ ആക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ. അതിലൊരു പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കോവയ്ക്ക കിട്ടില്ല, ഇങ്ങനെ വെറുതെ കിടക്കും. കോവയ്ക്ക അങ്ങനെ കഴിച്ചിട്ട് വലിയ ടേസ്റ്റൊന്നുമില്ല. ഫ്രൈ ചെയ്ത പോലെ എടുത്താലാണ് അതിനൊരു ടേസ്റ്റ്. അതിൻ്റെ ഇടയിൽ ഫിഷും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പിക്കായും ഇന്ന് ലഞ്ചിനുണ്ട്. അങ്ങനെ ചോറൊക്കെ ഇട്ടു. നമ്മളുടെ ചക്കക്കുരു, ചെമ്മീൻ, മാങ്ങ, മുരിങ്ങാക്കോൽ കറി കുറച്ചൊന്ന് തിക്കായി പോയിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസമൊക്കെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മളുടെ മുളക് ചാറ് എടുത്തിട്ടുണ്ട്, കിളിമീൻ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യണ കാര്യം ഓർത്തത്. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് ഇക്കായ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനെടുത്തത് ചെമ്മീൻ ഫ്രൈയും കിളിമീൻ ഇക്കാക്ക് അങ്ങനെ തന്നെ കൊടുക്കുക ചെയ്ത് കേട്ടോ. പിള്ളേർക്കും ചെമ്മീനാണ് കൊടുത്തത്. അങ്ങനെ ചെമ്മീൻ ഫ്രൈ എടുത്തു. കോവയ്ക്ക നല്ലപോലെ ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല മുരിഞ്ഞ് പാകത്തിന്. പിന്നെ കൊണ്ടുവന്ന അച്ചാറുണ്ടായിരുന്നല്ലോ ഇപ്പോൾ, അപ്പോൾ അതും എടുത്തു. അങ്ങനെ ഇന്ന് ഒരു ലാവിഷ് ഫുഡായിരുന്നു കേട്ടോ. ചെറിയൊരു പുളിക്കുറവുണ്ട്, മാങ്ങ കുറച്ച് പഴുത്തതുകൊണ്ട്. ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കറി വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഐക്യയിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പ്രോഡക്റ്റ്സ് എന്ന് പറയാനൊന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് ഫ്ലവർ പീസുകളും പിന്നെ ഫിറ്റ് ചെയ്യാനുള്ള 2-3 സംഭവങ്ങൾ അത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഫ്ലവർ പീസുകളായിട്ട് വാങ്ങിയത് കേട്ടോ. പിന്നെ ഇത് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് വെക്കുന്ന ഡിസ്പെൻസർ. പിന്നെ ലോണ്ട്രി ബാസ്ക്കറ്റ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, കാരണം അത്യാവശ്യം നല്ല പോലെ തുണികൾ കൊള്ളും അതിൻ്റെ അകത്ത്. പിന്നെ വേറൊരു യൂസും കൂടി ഉണ്ട്, മൂപ്പര് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഇപ്പോൾ സിനിമ കണ്ട് തുടങ്ങിയിട്ടോ. അങ്ങനൊരു ഉപകാരവും കൂടിയുണ്ട്, ആൾ നല്ല ഫിറ്റാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം, നല്ലൊരു മാസം ആവട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.